ഒരു നൂറ്റാണ്ട് കഴിയുമ്പോഴും ആ സങ്കല്പങ്ങൾക്ക് പ്രസക്തി ഏറി വരുന്നു. ഇതുതന്നെ ഗുരുവചനങ്ങളുടെ കാലാതിവർത്തിയായ സാങ്കത്യം വെളിപ്പെടുത്തുന്നു. നമുക്കറിയാം, ഗുരു കേവലം ഒരു സന്യാസിയായിരുന്നില്ല. സാധാരണ സന്യാസ ജീവിതം നയിക്കുന്നവരൊക്കെ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ ശുഭങ്കാനന്ദ സ്വാമികൾ പറഞ്ഞതുപോലെ അധ്യാത്മചിന്തകളിൽ മാത്രം മുഴുകിക്കഴിയുകയാണ് ചെയ്യുന്നതെങ്കിൽ ഗുരു ചുറ്റുപാടുമുള്ള ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയായിരുന്നു. മനുഷ്യരിലേക്കും അവരുടെ ജീവിത വഴികളിലേക്കും അദ്ദേഹം ഇറങ്ങിച്ചെന്നു. അവിടെ തൻ്റെ മനുഷ്യത്വ മഹാമന്ത്രങ്ങൾ കൊണ്ട് പ്രകാശം ചൊരിഞ്ഞു. അന്ധകാരജടിലമായ ആചാരങ്ങളെ മാത്രമല്ല, അന്ധകാരം കൂടുവച്ച മനസ്സുകളെയും മാറ്റിയെടുക്കാൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് ഫ്രഞ്ച് ചിന്തകനായ റൊമെയ്ൻ റോളണ്ട് കർമ്മനിരതനായ ജ്ഞാനി എന്ന് ഗുരുവിനെ വിശേഷിപ്പിച്ചത്. ജ്ഞാനിയുടെ ഈ കർമ്മനിഷ്ഠയുടെ പ്രതിസ്പന്ദങ്ങളാണ് ശിവഗിരി തീർത്ഥാടന സന്ദേശത്തിലും നമുക്ക് കാണാൻ കഴിയുക. ഗുരു സമാധിയാകുന്നതിന് മാസങ്ങൾക്ക് മുൻപാണ് ശിവഗിരി തീർത്ഥാടന സന്ദേശം നൽകുന്നത്. കൃത്യമായി പറഞ്ഞാൽ 1928 ജനുവരി 16 കോട്ടയം നാഗമ്പടം ക്ഷേത്രത്തിന് സമീപത്തെ ഒരു തേന്മാവിൻ ചുവട്ടിൽ ഗുരു വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗൃഹസ്ഥ ശിഷ്യന്മാരായ വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യരും TK കിട്ടൻ റൈറ്ററും ചേർന്ന് ഗുരുവിനോട് തീർത്ഥാടനത്തിന് അനുമതി തേടിയത്. ഗുരു അനുമതി നൽകുകയും ചെയ്തു. ആദ്യം ഗുരു പറഞ്ഞത് ശിവഗിരി തീർത്ഥാടനം ഈഴവരുടെ മാത്രം തീർത്ഥാടനമായി മാറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ്. എന്നിട്ട് ചില നിബന്ധനകളും ഗുരു ഇരുവരുടെയും മുന്നിൽ വെച്ചു. തീർത്ഥാടകർ ശ്രീബുദ്ധന്റെ പഞ്ചശുദ്ധികളായ വാക്ശുദ്ധി, ശരീരശുദ്ധി, മനഃശുദ്ധി, ഇന്ദ്രിയശുദ്ധി, ഗൃഹശുദ്ധി എന്നിവ അനുഷ്ഠിച്ച് ആത്മോപദേശ അഷ്ടോത്തരാദി മന്ത്രങ്ങൾ ജപിച്ച് സർവസാഹോദര്യ മന്ത്രങ്ങൾ സ്മരിച്ച് യൂറോപ്യന്മാരുടെ ആണ്ടുപിറപ്പായ ജനുവരി 1 അറിവിന്റെ തീർത്ഥാടകരായി ശിവഗിരിയിൽ എത്തിച്ചേരണമെന്ന് നിർദ്ദേശിച്ചു. എന്ന് പറഞ്ഞാൽ ശിവഗിരി തീർത്ഥാടനം ഒരു സർവമത ദർശന സമന്വയത്തിന്റെ തീർത്ഥാടനമായിരിക്കണം എന്നാണ് ഗുരു കണ്ടത്. ഇവിടെയും പാപക്കറ കഴുകിക്കളഞ്ഞ് പുണ്യം നേടുക എന്ന കേവലമായ തീർത്ഥാടനത്തിന്റെ സ്ഥലരാശിയിലല്ല ഗുരു സഞ്ചരിച്ചത് എന്ന് കാണാം. മറിച്ച് തന്റെ സന്യാസ ജീവിതത്തിന്റെ അകമ്പൊരുളായ ഭൗതിക ജീവിത പുരോഗതിയുടെ അതിരുകളിലേക്ക് മനുഷ്യരെ കൂട്ടിക്കൊണ്ടുപോകാൻ കൂടി തീർത്ഥാടനം ലക്ഷ്യമിടണമെന്നായിരുന്നു. തീർത്ഥാടനത്തിന്റെ ലക്ഷ്യം എന്തെന്ന ഗുരുവിന്റെ ചോദ്യത്തിനു മുന്നിൽ വല്ലഭശ്ശേരിക്കും കിട്ടൻ റൈറ്റർക്കും വ്യക്തമായ മറുപടി ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഗുരു ഏത് പ്രവർത്തിക്കും ലക്ഷ്യം അനിവാര്യമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കൈവിരലുകൾ മടക്കി നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പരാമർശിച്ച 8 കാര്യങ്ങൾ നിർദ്ദേശിച്ചത്. വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി, സംഘടന, കൃഷി, കച്ചവടം, കൈത്തൊഴിൽ, ശാസ്ത്ര സാങ്കേതിക പരിശീലനം എന്നിവയായിരുന്നു ആ 8 വഴികൾ. ഈ ഓരോ വിഷയത്തിലും പ്രാഗൽഭ്യമുള്ളവരെ കൊണ്ട് പ്രഭാഷണങ്ങൾ നടത്തിക്കണമെന്നും എല്ലാവർക്കും ഇത്തരം പ്രഭാഷണങ്ങൾ കേൾക്കാൻ സൗകര്യമൊരുക്കണമെന്നും അവയിലൂടെ കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ
പ്രായോഗികമാക്കണമെന്നും അതുവഴി സമൂഹത്തിനും രാജ്യത്തിനാകെ തന്നെയും പുരോഗതിയുണ്ടാകുമെന്നും ഗുരു പറഞ്ഞു. ഗുരു നിർദ്ദേശിച്ച 8 കാര്യങ്ങളിൽ ഈശ്വരഭക്തി എന്ന ഒറ്റ കാര്യം മാത്രമേ ആധ്യാത്മികതയുമായി ബന്ധപ്പെട്ടതായുള്ളൂ എന്നത് ശ്രദ്ധിക്കണം. അതാകട്ടെ പറഞ്ഞത് 3ാമത്തെ കാര്യമായാണ്. ബാക്കി 7 കാര്യങ്ങളും ഭൗതിക ജീവിത പുരോഗതിക്ക് ആധാരമായവയാണ്. പ്രഥമ പരിഗണന നൽകിയതാവട്ടെ വിദ്യാഭ്യാസത്തിന് അഥവാ അറിവ് സമ്പാദനത്തിന്. മറ്റു മേഖലകളിൽ ഈ അറിവിന്റെ പ്രയോഗം അർത്ഥപൂർണമായി നടത്തുമ്പോഴാണ് സാമൂഹ്യ ജീവിതം ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിയുക എന്ന അത്യന്തം ശാസ്ത്രീയമായ ഉൾക്കാഴ്ച 1 നൂറ്റാണ്ടിന് മുൻപ് തന്നെ ഗുരുവിന്റെ വചനങ്ങളിലൂടെ നാം അറിഞ്ഞു എന്നത് അദ്ദേഹത്തിന്റെ ക്രാന്തദർശിത്വത്തിനു കൂടി തെളിവാണ്. ഗുരു ചിന്തിച്ച വഴിക്കാണല്ലോ നാം ഇന്ന് IT-യിൽ AI-യിലൊക്കെ ഊന്നുന്നതും വിജ്ഞാന സമ്പദ്ഘടനയെയും വിജ്ഞാന സമൂഹത്തെയുമൊക്കെ സൃഷ്ടിക്കുന്നതും. എന്തുകൊണ്ടാണ് ഗുരു വിദ്യാഭ്യാസത്തിന് പ്രഥമ പരിഗണന നൽകിയത്? വിദ്യ കൊണ്ട് മാത്രമേ അടിമത്തത്തിലും അസ്വാതന്ത്ര്യത്തിലുമാണ്ട മനുഷ്യന് സ്വാതന്ത്ര്യം ലഭിക്കൂവെന്ന് ഗുരുവിന് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ടാണ് വിദ്യ കൊണ്ട് സ്വതന്ത്രരാകൂ എന്ന പ്രബോധനം ഗുരു നൽകിയത്. ഗുരുവിന്റെ ഈ സന്ദേശത്തിന്റെ സാരസർവസ്വവും ഉൾക്കൊണ്ടാണ് കേരളത്തിൽ പുരോഗമന ശക്തികൾ പ്രവർത്തിച്ചു പോരുന്നതെന്ന് പറയാൻ അതിയായ സന്തോഷമുണ്ട്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഐക്യകേരള പിറവിക്ക് ശേഷം നടന്ന കേരളത്തിലെ ആദ്യ പൊതുതെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്ന EMS സർക്കാർ 1957 തന്നെ സ്വീകരിച്ച ആദ്യ 2 നിയമ നടപടികൾ, 1 ഭൂപരിഷ്കരണവും 2 വിദ്യാഭ്യാസ പരിഷ്കരണവുമായിരുന്നു. ജാതി വിവേചനങ്ങളുടെ പേരിൽ വിദ്യാലയങ്ങളിൽ പ്രവേശനം ലഭിക്കാതിരിക്കുകയും പ്രവേശനം ലഭിച്ചവർക്ക് പോലും ഫീസ് നൽകി പഠിക്കാൻ കഴിയാതെ വരികയും ചെയ്തിരുന്ന ഘട്ടത്തിലാണ് 57 സർക്കാർ 8ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം പൂർണ്ണമായും സൗജന്യമാക്കിയത്. ഇതിനുശേഷം 1967 EMS സർക്കാർ 2ാം തവണ അധികാരത്തിലെത്തിയപ്പോഴാണ് 10ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമാക്കുന്നത്. ഈ 2 നിയമ നടപടികളുടെയുമാണ് പിൽക്കാലത്ത് രാജ്യാന്തര പ്രശസ്തമായി മാറിയ കേരള മോഡൽ വികസിച്ചു വന്നത്. ജാതീയമായും സാമൂഹ്യമായും അടിച്ചമർത്തപ്പെട്ടിരുന്ന പിന്നോക്ക വിഭാഗങ്ങളെയാകെ അറിവിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും പ്രകാശപൂർണമായ വഴികളിലേക്ക് കൈപിടിച്ചുയർത്തുക എന്ന